ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 15 കപിലോപദേശം. അതിൽ നമ്മൾ 8 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 9ഉം 10ഉം നമുക്കിന്ന് നോക്കാം. എല്ലാവരും ക്ലാസ് നന്നായി ശ്രദ്ധിക്കേണ്ടതെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. പുതിയ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹരേ കൃഷ്ണ. നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. ഇതി സുവിദിത വേദ്യാം ദേവഹേ ദേവഹൂതിം ഹൃദനുദിമനുഗൃഹ്യ ത്വം ഗതോ യോഗി സംഘൈഃ വിമലമധിരധാസോ ഭക്തിയോഗേന മുക്താ ത്വമഭിജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീജ്യാം. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ ഇതി സുവിദിത വേദ്യാം, സുവിദിത വേദ്യാം ദേവ ഹേ ദേവഹൂതിം കൃതനുദിം അനുഗൃഹ്യ എന്നാണ്. അപ്പം കൃതനുദിം അനുഗൃഹ്യ എന്ന് വായിക്കും. പിരിക്കുമ്പോൾ കൃതനുദി പ്ലസ് അനുഗൃഹ്യ ത്വം ഗതഃ യോഗി സംഘൈഃ വിമലമതി അധ അസോ. വിമലമതി രഥാസോ എന്നുള്ളത് വിമലമതി പ്ലസ് അധ പ്ലസ് അസോ. ഭക്തിയോഗേന മുക്ത ത്വം അഭി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗ് ഉദീജ്യാം. പ്രാഗുദീജ്യാം ഒന്നിച്ച് വായിക്കണം. പ്രാഗ് പ്ലസ് ഉദീജ്യാം. നമുക്ക് അർത്ഥം നോക്കുമ്പോൾ ഇതി പറഞ്ഞാൽ ഇപ്രകാരം സുവിദിത വേദ്യാം, സുവിദിതമായ വേദ്യത്തോടു കൂടിയെന്ന് പറഞ്ഞാൽ അറിയേണ്ടതെല്ലാം നല്ലവണ്ണം. സുവിദിത വേദ്യം, വേദ്യം പറഞ്ഞാൽ അറിയുന്നത്, നന്നായി അറിഞ്ഞവൾ. എന്താണോ അറിയേണ്ടത് അത് നന്നായി മനസ്സിലാക്കിയിട്ട് കൃതനുദിം, ആ കപില മഹർഷിയെ മകനെ ചെയ്യപ്പെട്ട നമസ്കാരത്തോടു കൂടിയവളായി നമസ്കരിച്ചിട്ട് ദേവഹൂതിം, ആ ദേവഹൂതിയെ അനുഗ്രഹിക്കുക, കപില മഹർഷിയെ അനുഗ്രഹിച്ചിട്ട് ത്വം അവിടുന്ന് യോഗി സംഘേ, യോഗി സംഘങ്ങളോടുകൂടി ഗത അവിടുന്ന് പോയി. അധ അതിനുശേഷം, അദ്ദേഹം പോയതിനു ശേഷം വിമലമതി, വിമലമതിയായ പറഞ്ഞാൽ പരിശുദ്ധിയായ എല്ലാ അവൾ, അസോ, അസോ പറഞ്ഞാൽ അവൾ, ആ ദേവഹൂതി ഭക്തിയോഗേന, ഭക്തിയോഗം കൊണ്ട് മുക്തയായി. അവിടുന്ന് ത്വമഭി നിന്ദ്രുവടിയും ജനഹിതാർത്ഥം ജനങ്ങളുടെ ഹിതത്തിനായിട്ട് പ്രാഗുദീജ്യാം ദിശി കിഴക്ക് വടക്ക് ദിക്കിൽ ഇപ്പോഴും വർത്തസാം വർത്തിക്കുന്നു. ഇപ്പോഴും ഉണ്ട്. കപില മഹർഷി കിഴക്ക് വടക്ക് ദിക്കിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ജനങ്ങളുടെ ഹിതത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുന്നു. ഭഗവാനെ പുത്രനായും ഗുരുവായും ലഭിച്ച ഭാഗ്യവതിയായ ദേവഹൂതിയുടെ മോക്ഷപ്രാപ്തിയാണ് ഈ ശ്ലോകത്തിൽ പറയണത്. എന്താണോ അറിയേണ്ടത് അത് ഭഗവാന്റെ ഉപദേശം കൊണ്ട് ദേവഹൂതിക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പം അതാണ് സുവിദിത വേദ്യാം. അറിയേണ്ടത് എന്താണോ അത് അറിഞ്ഞു ഭഗവാനിൽ നിന്ന്. അത് സംശയലേശമില്ലാതെ നല്ലവണ്ണം അറിഞ്ഞു എന്നാണ്. സർവജ്ഞനായ ഭഗവാൻ ഗുരുവാകുമ്പോൾ സംശയത്തിന് സ്ഥാനം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അറിയേണ്ടതെല്ലാം വേണ്ട തരത്തിൽ അറിഞ്ഞ ദേവഹൂതി ഭഗവാനെ നമസ്കരിച്ച് ഭഗവാൻ അവിടെ എത്തിച്ചേർന്ന യോഗി സംഘങ്ങളോടൊപ്പം അവിടെ നിന്ന് പോവുകയാണ്. അമ്മയോട് യാത്ര പറഞ്ഞ് യോഗിമാരോടൊപ്പം പോയ ഭഗവാൻ തൻ്റെ സ്വധാമത്തിലേക്കല്ല മടങ്ങിയത്, ലോക നന്മയ്ക്കായിട്ട് കിഴക്ക് വടക്ക് ദിക്കിൽ കപിലരൂപിയായി തന്നെ ഇപ്പോഴും വർത്തിക്കുന്നു എന്ന്. അതായത് അതെങ്ങനെ യാഗാശ്വത്തെ തേടിപ്പോയ സഗരപുത്രന്മാർ ആ യാഗത്തിലുള്ള അശ്വത്തെ കാണാഞ്ഞ് തെരഞ്ഞു പോയപ്പോൾ കപില മഹർഷിയുടെ നേത്രാഗ്നി ലയിച്ചു പോയി. അവിടെ കുഴിച്ച് കുതിര അന്വേഷിച്ച് പോയപ്പോൾ കപില മഹർഷിയുടെ തപസ് മുടങ്ങിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേത്രാഗ്നി ലയിച്ചു പോയതായിട്ട് പുരാണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ വേർപാടിന് ശേഷം പരിശുദ്ധിയായ ദേവഹൂതി അമ്മ ഭക്തിയോഗം കൊണ്ട് സംസാര ചക്രത്തിൽ നിന്ന് മുക്തയായി തീർന്നു എന്ന് പറയുന്നു. അടുത്തത് 10ാമത്തെ ശ്ലോകം നമുക്ക് ചൊല്ലി നോക്കാം. പരമകിമുബഹൂക്ത്യ ത്വത്പദാംഭോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്ധിധൂയാമയാന്മേ ഗുരുപവനപുരേശ തൊയ്യുപാധുത്സഭക്തിം. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ
പരമ കിമു ബഹു ഉക്തിയ. ബഹൂക്തിയ എന്നുള്ളത് പിരിക്കുമ്പോൾ ബഹു പ്ലസ് ഉക്തിയ. ത്വത്പദാം ഭോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ് വിധൂയ ആമയാൻ മേ. തദ് വിധൂയ പ്ലസ് ആമയാൻ മേ. അതാണ് തദ്വിധൂയാമയാൻ എന്ന് വായിക്കുക. അപ്പം തത് വിധൂയ ആമയാൻ മേ ഗുരുപവനപുരേശ ത്വയി ഉപാദൽസ്വ ഭക്തിം. ഹരേ കൃഷ്ണ. ഇവിടെ പരമ പറഞ്ഞ പരമനായ അല്ലയോ ഭഗവാനെ, പരമാത്മാവായ അല്ലെങ്കിൽ പരമനായ അല്ലയോ ഭഗവാനെ, ബഹുക്തിയാക്കിമു എന്ന് പറയുന്നു. ഞാൻ ഈ വളരെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ത്വത്പദാംഭോജഭക്തി, അങ്ങയുടെ പാതാരവിന്ദത്തിലുള്ള ഭക്തിയെ സകല ഭയവിനേത്രീം, എല്ലാ ഭയങ്ങളിൽ നിന്നും ഇല്ലാതാക്കുന്നു. എല്ലാ ഭയങ്ങളെയും അങ്ങയുടെ പാദത്തിലുള്ള ഭക്തി വന്നു കഴിഞ്ഞാൽ എല്ലാ ഭയങ്ങളും എല്ലാവർക്കും ഇല്ലാതാകുന്നു, നശിക്കുന്നതായും എന്നർത്ഥം. സർവകാമോപനേത്രീം, സർവകാമങ്ങളെയും നൽകുന്നതുമാണ് ഭഗവാന്റെ പാദങ്ങളിലുള്ള ഭക്തി വന്നു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ത്വം അവിടുന്ന് വദസിഖലു, അത് പറയുന്നുണ്ടല്ലോ. ആരാണ് പറയുന്നത്? ഭഗവാൻ തന്നെ പറയണു. അങ്ങയുടെ പാദങ്ങളിൽ ഭക്തി ഉണ്ടെങ്കിൽ എല്ലാ ഭയങ്ങളും ഇല്ലാതാവും, എല്ലാ കാമനകളും നൽകും ചെയ്യും എന്ന് അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗുരുപവനപുരേശ, ഹേ ഗുരുവായൂരപ്പ, മേ പറഞ്ഞ എൻ്റെ ആമയാൻ, എൻ്റെ ദുഃഖങ്ങളെ അമയങ്ങളെ എല്ലാം വിധൂയ തദ് വിധൂയ പറഞ്ഞ നശിപ്പിക്കുക, എൻ്റെ ദുരിതങ്ങളെയൊക്കെ നശിപ്പിച്ചിട്ട് അവിടുന്ന് ത്വയി നിന്തിരുവടിയിൽ ഭക്തിയെ ദൃഢമായിട്ട് ഉപാദാനം ചെയ്യണമേ. അങ്ങയുടെ പാദത്തിലുള്ള ഭക്തി എനിക്ക് ഒരുപാട് തരണേ, അങ്ങയുടെ പാദത്തിൽ എന്നെ ചേർക്കണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഭട്ടതിരിപ്പാട് ആ കപിലോപാഖ്യാനം ഉപസംഹരിക്കുകയാണ് ഇവിടെ. ഗുരുവായൂരപ്പ, എൻ്റെ ദുരിതങ്ങളെയൊക്കെ നശിപ്പിച്ചിട്ട് നിന്തിരുവടിയിൽ ദൃഢമായ ഭക്തി ഉണ്ടാക്കി തരണമേ എന്നാണ് ഇവിടെ പറയണത്. ഭഗവാനിൽ ദൃഢവും അചഞ്ചലുമായ ഭക്തി ഉണ്ടാകണമെങ്കിലും എന്ത് വേണം? ഭഗവാന്റെ ഭക്തി തന്നെ വേണം. അത് അനുഗ്രഹം വേണം, ഭഗവാന്റെ അനുഗ്രഹം വേണം. എന്നാലേ നമുക്ക് ഭക്തിയും കിട്ടുള്ളൂ. ചെറിയ കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ അവയൊക്കെ നിസ്സാരങ്ങളായാൽ പോലും ഭഗവാനിൽ നിന്ന് മനസ്സിനെ മാറ്റിക്കളയും. നമ്മുടെ ദുഃഖങ്ങളും ഓരോ കാര്യങ്ങളും നമുക്ക് വരുമ്പോൾ നമ്മുടെ ദുരിതങ്ങൾ നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ നിന്ന് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഒരു ചെറിയ വേദന ഉണ്ടായാൽ കൂടി ആ മനസ്സിനൊരു അസ്വസ്ഥ ഉണ്ടെങ്കിൽ കൂടിയും നമ്മുടെ ശ്രദ്ധയൊക്കെ ആ ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആമയങ്ങളൊക്കെ നമ്മുടെ ദുഃഖങ്ങളൊക്കെ എന്താണ്? പ്രകൃതി നിയമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആരും ദുഃഖം അനുഭവിക്കാത്തവരായിട്ട് ആരുമില്ല. പ്രകൃതിക്കും അത് പ്രകൃതി നിയമമായിട്ട് അതിനെ ലംഘിക്കാൻ ആർക്കും കഴിയില്ല. ഭഗവാന് മാത്രമേ അത് കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാത്തിലും ശ്രേഷ്ഠനെ എന്ന് കാണിക്കാൻ പരമ എന്നിവിടെ ഭഗവാനെ സംബോധന ചെയ്യണം. എല്ലാം ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് ഇവിടെ പരമ എന്ന് പറഞ്ഞ് ഭഗവാനെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലുള്ള ഭക്തി എല്ലാ ഭയങ്ങളെയും നശിപ്പിക്കും, എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കും. അത് ദേവഹൂതിക്ക് ഉപദേശിച്ച കൂട്ടത്തിൽ ഭഗവാൻ തന്നെ അരുളി ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഭഗവാന്റെ ഭക്തി എൻ്റെ മനസ്സിൽ നിറയ്ക്കാൻ ഭട്ടതിരിപ്പാടിനോടൊപ്പം നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാവട്ടെ, ഭക്തി എല്ലാവർക്കും നിറഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. നാരായണ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.